ഹലോ ഫ്രണ്ട്സ്, മഴതോരു മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭർത്താവിന് അവിഹിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഗംഗേട്ടൻ കൂട്ടു നിൽക്കില്ലെന്ന് പറയുന്ന വൈജയെ ചെവിടെ നോക്കി അടിച്ചു കൊടുക്കുക കേട്ടോ ഗംഗാധരൻ. അപ്പോൾ തന്നെ അവർ അന്തം വിട്ട് പോവുക. എന്നിട്ട് ഗംഗാധരൻ പറയുന്നുണ്ട്, മിണ്ടി പോവരുത്, ഇനി ഒരു അക്ഷരം നീ മിണ്ടി പോവരുത്. പറഞ്ഞ മനസ്സിലായല്ലോ? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞു ശബ്ദിക്കരുതെന്ന്, എന്നിട്ട് നീ കേട്ടോ? ഇല്ല. ആവശ്യമില്ലാതെ ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒറ്റൊരുത്തി നീയാണ്. ആ ബാലചന്ദ്രൻ സുഖമില്ലാതെ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് നിന്ന് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇത്രത്തോളാക്കി. നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നീ വലിയ നല്ല പിള്ളയൊന്നും ചമയണ്ട. ആഗ്രയിൽ നീ അവിടെ എൻ്റെ കൂടെ വന്ന് നിന്നപ്പോൾ എന്തൊക്കെയടി അഴിഞ്ഞടി കാണിച്ച് കൂട്ടിയത് പറ. അതുപോലെ നിൻ്റെ മക്കളൊക്കെ അറിഞ്ഞാലുള്ള സ്ഥിതി അറിയാമല്ലോ. പറയട്ടെ, ഞാൻ എല്ലാത്തിൻ്റെ അടുത്തും പറയട്ടെ എന്ന്. ഈ അതുകൊണ്ടാണ് പറയണം, മിണ്ടാതിരുന്നോണം. എല്ലാം അറിഞ്ഞും കണ്ടും നീ മുന്നോട്ട് പൊക്കോളണം. മനസ്സിലായല്ലോ? ഇനി നീ ഇതുപോലുള്ള വെളച്ചിലെടുത്താൽ നിൻ്റെ കാര്യങ്ങൾ നിൻ്റെ മക്കളോട് ഞാൻ പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയാട്ടോ. ഗംഗാധരൻ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവാം. മാലതി പറയാം, കുട്ടികൾ കേൾക്കുന്നുണ്ട്, അതൊന്നും പറയല്ലേ ഗംഗേട്ടാന്ന്. കേൾക്കട്ടെ, അവരും കൂടെ അറിയട്ടെ, എന്നാലേ അവളുടെ അഹങ്കാരം തീരുള്ളൂ. ഇത് കുറച്ച് കൂടി പോകുന്നുണ്ട്. അങ്ങനെ ഗംഗാധരൻ അവിടെ നിന്ന് വെളിയിൽ ഇറങ്ങി ചെന്നിട്ട് നമ്മുടെ അലീനയെ കണ്ടിട്ട് പറയുന്നുണ്ട്, അലീന, അവൾ നിന്നെ അടിച്ചു അല്ലേ? സാരമില്ല, പോട്ടെ. പിന്നെ ഇത്രയൊക്കെ നിൻ്റെ ഇവിടുത്തെ ഈ ഒരു ക്ഷമയും സഹാനുഭൂതിയും ഒക്കെ ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു. ഇത്രയൊക്കെ ആയിട്ട് നീ ക്ഷമിച്ചിവിടെ നിൽക്കുന്നല്ലോ. സാരമില്ല, ഞങ്ങൾക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. പിന്നെ നീ നല്ലൊരു പെണ്ണാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ നിൻ്റെ ആവശ്യമുണ്ട്. അതല്ല സാർ, ഇവിടുത്തെ ഈ അവസ്ഥയിൽ ഞാനിപ്പോൾ ഇവിടെ നിൽക്കണോ? പോകുന്നതല്ലേ നല്ലത്? ഒരിക്കലും പാടില്ല. ഈ ഒരു അവസ്ഥയിൽ പോവരുത്. ഇപ്പോൾ ബാലചന്ദ്രന് ഇവിടെ ആവശ്യമുണ്ട്. ഇവിടുത്തെ കുട്ടികൾക്കും ഒക്കെ നിൻ്റെ ആവശ്യമുണ്ട്. ഈ കുടുംബം തകരാറിലാവാൻ പാടില്ല. അതുകൊണ്ട് നീ നമ്മുടെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാവണം. നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നിനക്കറിയാമല്ലോ ഞാൻ നിന്നിൽ എത്രമാത്രം വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്ന് ഗംഗാധരൻ ചോദിക്കാട്ടോ. പിന്നെ ഇപ്പം നടക്കുന്ന ഈ വിഷയം ഇതെന്ന് വെച്ചാൽ ബാലചന്ദ്രൻ എന്തോ ഒരു ചെറിയ സംശയം വൈജിയെടുത്തുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നോടായതുകൊണ്ട് പറയാം. കാരണം നീ വിശ്വസ്തയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്താ സാർ, അങ്ങനെ എന്ത് കാര്യമാണ് ഇങ്ങനൊരു സംശയം വരാൻ കാര്യം? അത് പഴയ എന്തോ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതിപ്പോൾ എന്താണെന്ന് എനിക്ക് വിശദീകരിച്ച് നിന്നോട് പറയാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി വരാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ വിട്ടിട്ട് പോകരുത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നീ ഞങ്ങളെ വിളിച്ച് അറിയിച്ചേക്കണം കേട്ടോ അലീനെ എന്ന് പറഞ്ഞ് അലീനയ്ക്ക് ഒരു താക്കീതൊക്കെ കൊടുത്തിട്ട് അവർ നേരെ ബാലചന്ദ്രനെ കാണാൻ വേണ്ടി മേളിൽ കയറുക കേട്ടോ. അവിടെ ചെല്ലുമ്പം ബാലചന്ദ്രൻ ഇവരെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. എന്നാലും കയറി വരുമ്പം ഗംഗേട്ടനെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹവും ബഹുമാനവും ഒക്കെ ആയിരുന്നതല്ലേ. പക്ഷേ ഇപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു. എന്നിട്ട് പറയാം, ബാലചന്ദ്ര, ഞാൻ നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ പറയണ്ട്, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ സഹോദരിയെ പോയി സമാധാനപ്പെടുത്തുകയോ പറഞ്ഞ് മനസ്സിലാക്കുകയോ ചെയ്യും. അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇപ്പം കണ്ടല്ലോ, ഇനി മുറിക്കകത്ത് വന്ന് കാട്ടി കൂട്ടിയിട്ട് പോയത് അവൾ ഇനിയും എൻ്റെ കൺട്രോൾ പോയാലുണ്ടല്ലോ ഞാനന്ന് നിങ്ങളുടെ വീട്ടിൽ തിരിച്ചു വന്ന സമയത്ത് എനിക്ക് അറ്റാക്ക് വന്നത് അവളുടെ ഭാഗ്യം, ആശുപത്രിയിലായത്. ഇല്ലയെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഞാൻ അവളെ തോക്കെടുത്ത് വെടിവെച്ച് കൊന്നേനെ എന്ന് പറയാം. എന്ത് പറയണുണ്ട്, സഹിക്കാവുന്നതിൻ്റെ അപ്പുറം ആയിക്കഴിഞ്ഞു. ഇനിയും ഇങ്ങനെ വല്ലതും ആണെങ്കിൽ ഞാൻ രണ്ടും കൽപ്പിച്ചാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. എൻ്റെ ചങ്ക് പിളർന്നിരിക്കുകയാണ് അത്രയ്ക്ക് വേദനയോടുകൂടി, അറിയാലോ എന്ന് പറഞ്ഞാൽ തോക്ക് വീണ്ടും എടുത്ത് ചൂണ്ടിയിട്ട് പറയാം, അവളെ ഞാൻ വെടിവെച്ച് കൊന്നിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യും എന്ന് പറയാം. അപ്പോൾ ഗംഗാധരനും മാലതിയും കൂടെ പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ടെൻഷൻ ആവല്ലേ, അവളെ ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവളെ മാത്രമല്ല അലീനയോടും പറഞ്ഞിട്ടുണ്ട് ബാലചന്ദ്രൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണമെന്നും ഇവിടെ തന്നെ നിൽക്കണമെന്നും. അതെന്തിനാണ് നിങ്ങൾ അവളോട് പറഞ്ഞത്? അവൾ ആരാണെന്ന് അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പെട്ടെന്ന് ഗംഗാധരൻ പറയാം, അവൾ ആരും ആയിക്കോട്ടെ, എന്തായാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവൾ നന്നായിട്ട് നോക്കുകയല്ലേ. ഇവിടെ എല്ലാവരെയും വേണ്ടുന്ന വിധം അവൾ പരിചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളോട് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട് ഇവിടുന്ന് വിട്ടു പോകരുത്, നിൽക്കണമെന്ന്. പക്ഷേ ഞങ്ങൾ എന്തായാലും പോവാം, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനുള്ള സമയമൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബാലചന്ദ്രൻ ഞങ്ങളെ വിളിക്കണം, ഒരു മിസ് കോൾ അടിച്ചാലും മതി. അയ്യോ മതിയായേ, നിങ്ങളുടെ ഉപകാരമൊക്കെ മതിയായി. ഇത്ര കാലവും എനിക്ക് തന്ന ഉപകാരത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ബാലചന്ദ്രന് അറിയാം എങ്ങനെ ജീവിക്കണമെന്നൊക്കെ. നിങ്ങളൊക്കെ ഒന്നിവിടുന്ന് ഇറങ്ങിപ്പോയി തന്നാൽ മതി. അങ്ങനെയായി കേട്ടോ സംസാരം. അങ്ങനെ അവരവിടുന്ന് താഴേക്ക് വന്നിട്ട് മക്കളെയൊക്കെ ഒന്ന് ഉപദേശിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ച് വരുത്താം. മാലതി പറയാം, നിങ്ങൾ 3 പേരും ഇവിടെ വന്നിരുന്നേ, അങ്കിളിന് എന്തോ പറയാനുണ്ടെന്ന്. അപ്പോൾ പറയാണ് ഓരോരുത്തർക്കും, അതെ, നിങ്ങൾ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അമ്മയോട് പറയണം അച്ഛനെ മുറിയിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോളാൻ. അച്ഛനെ സമാധാനപ്പെടുത്തുകയും വേണം, മനസ്സിലായോ? അല്ല, ഇവളെ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടല്ലേ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് ഭവിത പറയാം. ആര് പോവാന്നിട്ട്?
അലീന ഇവിടെ നിൽക്കുന്നതാണ് ഇവിടെ ഇത്രയും പ്രശ്നം. ഇവൾ വരുന്നതിന് മുമ്പേ ഈ വീട്ടിലൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഇവൾ വന്നതിന് ശേഷം ഇവിടെ എന്നും പ്രശ്നങ്ങൾ. ശരിയായിരിക്കാം മോളെ, അവൾ വരുന്നതിന് മുന്നേ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായില്ലായിരിക്കാം. പക്ഷേ ഇപ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആ കുട്ടിയല്ല. അവൾ എന്ത് തെറ്റാ ചെയ്തത് പറ? നിങ്ങളുടെ മുത്തശ്ശനാണ് അവളെ ഇവിടെ കൊണ്ട് ജോലിക്ക് നിർത്തിയത്. അതും ജോലിക്കല്ല, അമ്മയെ നോക്കാൻ ഹോം നേഴ്സായിട്ട് അല്ലേ? പക്ഷേ എന്നിട്ട് ഇവിടെ വന്നിപ്പോൾ അവളെ എന്താ എൻ്റെ അമ്മയും എല്ലാവരും കൂടെ ചെയ്തത്? വീട്ടു ജോലിക്കാരിയാക്കി ഒരു ഹോം നേഴ്സിനെ. വീട്ടിലെ പണിയെടുക്കണം, അമ്മയുടെ കാര്യങ്ങൾ നോക്കണം അല്ലേ? വന്ന പാടെ അവളെ കണ്ടെടുത്താൽ കണ്ടുകൂടാതായി. അല്ലാതെ അവൾ ആർക്കും ഒരു ദ്രോഹവും തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അവൾ പറയണത് ഒരു ചേച്ചിയെപ്പോലെ കണ്ടനുസരിച്ച് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവളിവിടെ നിൽക്കുന്നതൊന്നും അല്ല പ്രശ്നം. ഇനിയിപ്പോൾ അവൾ ഇവിടുന്ന് പോയി എന്ന് വെച്ചു, എന്നാലും ഈ വീട്ടിലെ പ്രശ്നങ്ങൾ അടങ്ങില്ല. ഇനി വൈജിയായിട്ട് അവളെ പറഞ്ഞു വിട്ടാലും ഇതിൻ്റെ അപ്പുറം പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെ പ്രശ്നങ്ങളില്ലാതാവണമെങ്കിൽ ബാലചന്ദ്രൻ തന്നെ സ്വയമേ പറഞ്ഞു വിടണം ഇവളെ. അങ്ങനെ ഒരു ദിവസം വരും, സമാധാനപ്പെട്ടോ. പിന്നെ അതുവരെ ഒന്ന് കാത്തിരിക്കെ, അയാൾക്ക് കുറച്ച് മനസ്സമാധാനം കൊടുക്ക്. ഞാനതുകൊണ്ട് 3 മക്കളോടും പറയാണ്, നിൻ്റെ അമ്മ ഇപ്പം കാണിക്കുന്ന ഇതും ചാട്ടവും ബഹളവും കണ്ടുകൊണ്ടത് അനുസരിക്കാൻ നിന്നാൽ നിങ്ങളുടെ ഭാവി നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി തൽക്കാലം. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്കിൾ ഇതൊക്കെ പറയണത്. ഇല്ലെങ്കിൽ അങ്ങ് നീലഗിരി കിടക്കണം ഞാൻ എന്തിനാ എല്ലാ കാര്യങ്ങളും അവിടെ ഉപേക്ഷിച്ച് ഓടി നിങ്ങൾക്ക് വേണ്ടി വന്നത്? നമ്മുടെ ഈ കുടുംബം ഒത്തൊരുമയോട് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നല്ലേ? എൻ്റെ മക്കളും എൻ്റെ സഹോദരിയല്ലേ അവൾ മോശമാവണമെന്ന് ഞാൻ ചിന്തിക്കുമോ? ഇപ്പോൾ അവളുടെ ദേഷ്യവും കലിയും ഒക്കെ അടങ്ങണം. അതിന് നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യണം. അവൾക്ക് നല്ല വേണ്ടുന്നിടത്ത് ഉപദേശവും താക്കീതും മക്കളായിട്ടുള്ള നിങ്ങളും കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ഉപദേശം മക്കൾക്കും കൂടെ കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്. അപ്പം രോഹിത്തിനൊന്നും തീരെ അലീന നിൽക്കുന്നതുകൊണ്ട് ഇഷ്ടമേ ഇല്ല. എന്നാലും അപ്പോൾ പെട്ടെന്ന് കുറേ ഉപദേശം കഴിയേണ്ട അലീനോട് പറയാം, മോളെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു, എനിക്ക് തൊണ്ട വയ്യ, കുറേ സംസാരിച്ചല്ലേ. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. അത് വാങ്ങിച്ച് കുടിച്ചിട്ട് അലീനോട് പറയണ്ട, വീണ്ടും അലീനെ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്ന. ഇവരെല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. പിന്നെ ഒരു കാരണവശാലും ബാലചന്ദ്രനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ആരും അങ്ങോട്ട് ചെല്ലുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യണ്ട. അലീനയാണ് അങ്ങോട്ട് പോകേണ്ടതെന്ന് അയാൾക്ക് താല്പര്യമെങ്കിലും അലീന പൊക്കോട്ടെ. അതിന് മക്കളായ നിങ്ങളും എല്ലാവരും അതിന് സപ്പോർട്ടായിട്ട് നിൽക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ രോഹിത്തിന് അങ്ങ് ദേഷ്യം കൊണ്ട് നിൽക്കാൻ വയ്യ കേട്ടോ. കാരണം അലീനെ പണ്ടേ രോഹിത്തിന് കണ്ണെടുത്താൽ കണ്ടുകൂടല്ലോ. അപ്പം അത് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വൈജ ആകെ ടെൻഷനും വിഷമവും ഒക്കെ ആയിട്ട് നേരെ അമ്മയോട് വന്ന് പരാതി പറയാം. അമ്മേ, ഏട്ടൻ ഇന്ന് അടിച്ചു. അപ്പോൾ പറഞ്ഞു, അടിച്ചെങ്കിൽ കൊള്ളണം, നിനക്ക് ആവശ്യം തന്നെയാണ്. നീ എന്തൊക്കെ പരിപാടിയാണ് ഇവിടെ കാണിച്ചത്? നീ അലീനെ തല്ലിയല്ലേ? ബാലചന്ദ്രൻ റൂമിൽ പോയി ആവശ്യമില്ലാത്ത എല്ലാം കാണിച്ചു കൂട്ടിയില്ലേ? നിനക്ക് തല്ലല്ലേ തരേണ്ടത്? പിന്നല്ലാതെ എന്താ വേണ്ടത്? നിൻ്റെ വാ ചുമ്മാ ഇരുന്നില്ലെങ്കിൽ നിനക്ക് കിട്ടിയേ പറ്റുള്ളൂ. അമ്മ എന്തറിഞ്ഞിട്ടാ പിള്ളേരെ മുമ്പേ വെച്ച് ഗംഗേട്ടൻ പറയുക ആഗ്രയിലുള്ള കാര്യങ്ങൾ അതെല്ലാം പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്ന ഭീഷണിപ്പെടുത്തുക എന്നെ. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണോ? നീയേ ബാലചന്ദ്രനോട് കാണിക്കുന്നതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാ പറ. നിനക്കിതൊക്കെ വേണം. നീ കുറച്ചൊക്കെ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നു, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? നീ മേലിൽ ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് കയറി അവനെ ശല്യപ്പെടുത്തുക, അവൻ്റെ ജീവിതം പോട്ടെ എന്ന ഉപദേശം കൊടുക്കുക കേട്ടോ. പക്ഷേ കൃഷ്ണമോൾ ആലോചിക്കുന്നത്, കൃഷ്ണയെ ഭവതിയും കൂടെ സംസാരിക്കുന്ന കൂട്ടത്തിൽ കൃഷ്ണ പറയാം, ഈ അലീന ചേച്ചി പോകണമെന്നാണ് അമ്മയുടെ ഇഷ്ടം. പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം തീരുമെന്നാണോ അമ്മ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അലീന ചേച്ചി പോട്ടെ അല്ലേ? എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നമുക്കിവിടെ സമാധാനം വേണ്ടേ? അങ്ങനെ കൃഷ്ണയും പറയാണ് അലീന ചേച്ചി പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്ന് കേട്ടോ. അതുപോലെ അവിടെ മുത്തശ്ശിയെടുത്ത് വന്നതുപോലെ അലീന സംസാരിക്കുകയാണ് കേട്ടോ. അപ്പം മുത്തശ്ശിയും ചെറിയ നീരസമൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം വൈജയ്ക്കൊരു സംശയം തോന്നുന്നത് പോലെ തന്നെ എന്തോ അലീനയോട് ബാലചന്ദ്രൻ ഇനി അരുതാത്ത ഇഷ്ടം വല്ലതും ഉണ്ടോ, തൻ്റെ മകളുടെ ജീവിതം കുളം തോണ്ടോ എന്നൊക്കെ ഒരു സംശയം ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് മുത്തശ്ശിക്ക് കേട്ടോ. അത് അലീനയോട് നീരസമായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അലീന ചോദിക്കുകയാണ്, മുത്തശ്ശിക്കും എന്നോട് വെറുപ്പ് തോന്നി തുടങ്ങിയോ എന്നൊക്കെ. അങ്ങനെയല്ലടി, ഈ കുടുംബം രക്ഷപ്പെടണ്ടേ, അതുകൊണ്ടാണ് നന്നായി പോകണ്ടേ, അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നതെന്ന് മുത്തശ്ശി പറയട്ടോ. അത് അലീനയ്ക്ക് ഭയങ്കര സങ്കടമായിട്ട് മാറുകയാണ്. എപ്പിസോഡ് തീരുക. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.